ഞാൻ പറയും ഇന്ന കാരണം കൊണ്ട് നമുക്ക് ആ പ്രോജക്റ്റ് ഒന്ന് പ്രോസസ്സ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ആ സമയത്ത്. കാരണം അതിനകത്ത് അതങ്ങനെയാണ്. ഈ ഫാമിലി ഓർഗനൈസേഷനിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് അതാണ്. ഇമോഷണലി കണക്റ്റഡ് ആവും. പിന്നെ ഈഗോ പ്ലേ ചെയ്യും. അതായത് ചുമ്മാ കുള്ളിലൊക്കെ സാധനം നിറച്ച് വെച്ചേക്കുക, അത് സ്റ്റോക്കാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ അവിടെ വെച്ച് പറയാൻ പോയില്ല. കാരണം ഈജിപ്റ്റ് ആയതൊന്നും കൊണ്ട് വെച്ച് പറഞ്ഞത് ശരിയാവില്ല, നമുക്കറിയാം. അത് തിരിച്ചു വന്നു. ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞു ആ ഫാക്ടറി നമുക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ സിറ്റുവേഷൻ അതാണ്. ഈ രാത്രി നൈറ്റ് ലൈഫ് ഇല്ല. അതാണ് എല്ലാവരും പറയുന്നത്. സാറ് 7 മണി കഴിഞ്ഞാൽ ദിവസം നോബഡി ഇൻ ദ സ്ട്രീറ്റ്, 7 മണി കഴിഞ്ഞാൽ കടകളില്ല. ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനം വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാം, നമുക്ക് തുറക്കാൻ തുറന്നേക്കാം. അതൊരു വലിയ അനുഭവമല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നവരിൽ നിന്ന്. അവർ കൃഷി രീതികളും ചിലയിടത്ത് പോയിട്ട് പിന്നെ ഇന്തോനേഷ്യ, വിയറ്റ്നാമൊക്കെ പോയാൽ ഇപ്പോൾ പെപ്പറൊക്കെ അവിടെ മറ്റേ അടക്കമ്പലത്തിൻ്റെ മുകളിൽ കയറുമൊന്നും വേണ്ട, കൈകിട്ടെന്ന് പറയാം. ഹൗ വി ബിക്കെയിം ലൈക്ക് ദിസ്, ഹൗ വി കുഡ് ബിക്കം ലൈക്ക് ദിസ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് ആ ബുക്കിൻ്റെ അത് വളരെ വ്യക്തമായി എങ്ങനെ ഞാനിങ്ങനെ വന്നു. സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ് സാറിന് ABC ടോക്കിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മെഡിമിക്സ്. ഈ സാറിനെ പറ്റി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സാറിൻ്റെ വണ്ടികളും എന്താണ്, യാത്രകളോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഇങ്ങനെ വണ്ടികൾ വാങ്ങുന്നത്? എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് വണ്ടികളോട് വലിയ പ്രിയമായിരുന്നു. ഞാൻ അന്ന് ഈ ഹോട്ട് വീൽസ് തോന്നി ചെറിയ സ്മോൾ കാർസ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് വണ്ടി കണ്ടാലും ഞാൻ പിന്നെ ഒരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചു. അപ്പോൾ ആദ്യമൊക്കെ ഓടിച്ച വണ്ടി ഏതായിരുന്നു? അംബാസഡർ. അതങ്ങനെ പഠിച്ചു. പിന്നെ ഫാദറിന് മനസ്സിലായി എനിക്ക് ഈ കാറിനോടുള്ള കമ്പം. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യം ഫാദർ തന്നത് ഒരു മെർസിഡീസ് ബെൻസാണ്. ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എത്രാമത്തെ വയസ്സിലാണ്? ഞാൻ 24ാമത്തെ വയസ്സിൽ. ഓക്കെ. അങ്ങനെ ഞാൻ കയറി കഴിഞ്ഞ ഉടനെ തന്നെ ബെൻസ് തന്നു. പിന്നെ ഫാദർ ഓരോ സിറ്റുവേഷൻസിലും ഞാനിങ്ങനെ എപ്പോഴും പറയും, ഒരു വണ്ടി എടുത്തിട്ട് പറയും 6 മാസം കഴിയുമ്പോൾ ഞാൻ പറയും ലേഡി അത് ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്ക് അദ്ദേഹത്തിന് അറിയാം ഞാൻ 6 മാസം കൊണ്ട് വണ്ടി മാറ്റണം എന്നുള്ളൊരു ഒരു ഇതൊരു ഇൻക്ലിനേഷൻ ഉണ്ടെന്നറിയാം. അപ്പം അങ്ങനെ എന്നെ അനുഭവിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഒരിക്കലും പക്ഷേ ബെൻസിൽ കുറഞ്ഞ പിന്നെ ഒരു വണ്ടിയെ കുറിച്ച് ആലോചിക്കാനും പറ്റൂ. ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ടാണ് കുറച്ചുകൂടെ കാസിലോട് കൂടുതൽ ഫാൻസി കാസ് മേടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ വാങ്ങിച്ച വണ്ടി ഏതാ? ഇപ്പം നാളെ വരുന്നൊരു ഞായറാഴ്ച ഒരു വണ്ടി വരുന്നത് മെക്ലാരൻ GTS. അതാണ് സൺഡേ ഡെലിവറി തരും ഈ ഞായറാഴ്ച. ഈ ഞായറാഴ്ച. അപ്പം അങ്ങനെ കാറിനോട് പ്രിയമുള്ളതുകൊണ്ട് പറ്റി അങ്ങനെ ഈ എന്താ പലരും ചോദിക്കുക, എന്താ ബിജു ഇങ്ങനെ, എൻ്റെ ഫാമിലി പോലും കൺസേൺഡ് ആണ് ഈ കാറിങ്ങനെ മാറ്റി മേടിക്കുന്നതിൻ്റെ അകത്തൊക്കെ. പക്ഷെ എന്തെങ്കിലും ഒരു സംഗതി വേണ്ടേ. മാറ്റി മേടിക്കുവാണോ ഈ വണ്ടികളൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ? ഞാൻ എല്ലാ വണ്ടിയും സൂക്ഷിക്കില്ല, ചില വണ്ടി മാറ്റി മേടിക്കും. നല്ല. ഇപ്പം എത്ര വണ്ടികൾ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്? സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ G-Wagon ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, റോൾസ് കളിനാനുണ്ട്, പിന്നെ X7 ഉണ്ട്, വെൽഫെയർ ഉണ്ട്. അല്ല, വേറെ വണ്ടി മേടിക്കുമ്പോൾ പറയും ഞാൻ വണ്ടി മേടിച്ച് വൃത്തി എന്ന് പറയും. പിന്നെ ഒരു 2-10 കൈ പേർ കഴിഞ്ഞ ദിവസം ഈ വെൽഫെയർ എടുത്തുകൊണ്ട് നമ്മൾ പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെയും നമ്മളെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പേരുണ്ട്. അത് മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഒരു പൈലറ്റ് ലൈസൻസ് ഉടനെ എടുക്കണം. പണ്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമല്ലേ? അത് നിർത്താവുന്ന കാര്യമുള്ളൂ, അത് അന്നത്തെ കാര്യമുള്ളൂ. തീർച്ചയായിട്ടും സാധാരണ കാര്യമായിട്ട് ഇപ്പോൾ വരും കാലങ്ങളിൽ വരും അത്. അപ്പോൾ അത് എടുക്കണം. സാറിന് ഒരു പേര് ഇന്റർവ്യൂവിലൊരു സ്ഥലത്ത് പരാമർശിച്ച ഒരു കാര്യം ഞാനത് കേട്ടപ്പോൾ അതിൻ്റെ അർത്ഥം പോയി തപ്പി നോക്കി. ഈ നമ്മുടെ കത്തോലിക്ക സഭ പിന്നെ സെയിൻ്റ് ആയിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഡെവിൾസ് എന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? ഇടയ്ക്ക് വല്ലപ്പോഴും ഡെവിൾസ് അഡ്വക്കേറ്റ് ആവാറുണ്ടെന്ന്. തീർച്ചയായിട്ടും ഞാൻ ഡെവിൾസ് അഡ്വക്കേറ്റ്, കാരണം പ്രത്യേകിച്ച് ഞാൻ ബോർഡ് മീറ്റിംഗ്സിൽ ഞാൻ എപ്പോഴും ഡെവിൾസ് അഡ്വക്കേറ്റ് ആവാറുണ്ട്. കാരണം നമ്മൾ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എസ് പറയും. പക്ഷെ ഞാൻ പലപ്പോഴും ആ പ്രോജക്റ്റിന് ഞാൻ ശരിക്കും ആ പ്രോജക്റ്റ് പഠിക്കും. ബാക്കി എല്ലാവരും പഠിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ അതിൻ്റെ ന്യൂവാൻസസ് മുഴുവൻ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയും ഇന്ന കാരണം കൊണ്ട് നമുക്ക് ആ പ്രോജക്റ്റ് ഒന്ന് പ്രോസസ്സ് ചെയ്യണമെന്ന് പറയും. അപ്പം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ആ സമയത്ത്. കാരണം അതിനകത്ത് അതങ്ങനെയാണ്. ഈ ഫാമിലി ഓർഗനൈസേഷനിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് അതാണ്. ഈ ഫാമിലി കമ്പനിയിൽ കാരണം ഫാമിലി ഇമോഷണലി കണക്റ്റഡ് ആവും. പിന്നെ ഈഗോ പ്ലേ ചെയ്യും. അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ബിക്കോസ് നമ്മളെല്ലാവരും പറയും, ഇപ്പം ഞാനുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ കസിൻസൊക്കെ എല്ലാവരും ഉണ്ട് എൻ്റെ അകത്ത്. പക്ഷെ എന്നാലും പറയുമ്പം പറയും വൈ ഹീ ഈസ് ടോക്കിംഗ്, പക്ഷേ ഐ ആം സിറ്റിംഗ് ഇൻ എ ഹോട്ട് ചെയർ.
ഞാൻ ഇരിക്കുന്ന കസേരയ്ക്ക് അത് ചോദിച്ചാൽ പറ്റൂ. പറ്റൂ. കാരണം അത് ഒരു വ്യക്തിയോടുള്ള പ്രശ്നമല്ല അത്. ശരിയാ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് പറയുമ്പോഴും ആ പ്രോജക്റ്റിനോടുള്ള പ്രശ്നമാണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻഡിവിജ്വൽ. ഐ എം നോട്ട് അറ്റാക്കിങ് ഇൻഡിവിജ്വൽസ്. ഐ എം അറ്റാക്കിങ് ദ പ്രോജക്ട്സ്. അപ്പോൾ ഞാൻ എപ്പോഴും ഡെവിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് മാറും മോസ്റ്റ് ഓഫ് ദ ടൈം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ രൂപമൊക്കെ മാറി വരുന്നതെന്ന് തോന്നുന്നു. അതെ, എല്ലാവരും ചോദിക്കും എന്താണ് വൈ ഇസ് ജസ്റ്റ് ടോക്കിംഗ് എവറി ഡേ. ബിക്കോസ് മൈ സീറ്റ് ഇസ് വെരി വെരി ഹോട്ട് സീറ്റ്. എനിക്ക് ചെയ്തേ പറ്റുമല്ലോ. അല്ലെങ്കിൽ ആരാ ചോദിക്കാൻ പോകുന്നത്? ഒരു പ്രോജക്റ്റ് എടുത്തോ, ഫെയിൽ ആയി എന്ന് വെച്ചോ, ഹൂസ് ബി റെസ്പോൺസിബിൾ. അതെ ശരിയാ. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ പ്രോജക്റ്റ് എടുത്ത് ഫെയിൽ ആയി കഴിയുമ്പോഴത്തേക്കും വാട്ട് ഇസ് എ കമ്പനി ഗോ? അതെ കമ്പനി അങ്ങോട്ട് പോകും. ആരും അവിടെ പറയാൻ വേണ്ടേ? ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചോദിച്ചേ പറ്റും. അതെ, കറുത്ത വിഷമം മാത്രം അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മുകളിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങൾ ഈജിപ്തിൽ ഒരു ഫാക്ടറി എടുക്കാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വായിച്ചു. അപ്പം എടുക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് വരാൻ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഫാക്ടറി പോയി കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഈജിപ്റ്റ് വരെ പോയി അവിടെ സ്റ്റോക്സ് മുഴുവൻ ചെക്ക് ചെയ്തപ്പം സ്റ്റോക്ക് മുഴുവൻ വെറും വേസ്റ്റ് നിറച്ച് വെച്ചേക്കുക. അപ്പം നമ്മുടെ ഇവിടുന്ന് 2 സ്റ്റാഫ് പോയി ആ സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്യാൻ പോയതാണ്. അവരിത് കണ്ടില്ല. ഞാൻ അവിടെ 6 ഗോഡൗണിൽ ഞാൻ കയറി സ്റ്റാക്കൊക്കെ ഇറക്കിച്ച് താഴെ ഇറക്കി കംപ്ലീറ്റ് ആയിട്ട് നോക്കിയപ്പോൾ എന്നേണ്ടത് പകുതി സാധനം വേസ്റ്റാണ്. അതായത് ചുമ്മാ കുള്ളിലൊക്കെ സാധനം നിറച്ച് വെച്ചേക്കുക. ആ സ്റ്റോക്കാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ അവിടെ വെച്ച് പറയാൻ പോയില്ല. കാരണം ഈജിപ്റ്റ് ആയതൊന്നും അവിടെ വെച്ച് പറഞ്ഞത് ശരിയാവില്ല, നമുക്കറിയാം. അതെ. അപ്പം പിന്നെ ബൈങ് ആണെങ്കിലും ഇതൊരു ഫാമിലി കമ്പനിയാണ്. ബൈങ് ആണെങ്കിലും ഒരു അദ്ദേഹത്തിന് ഈ മകൻ്റെ അപ്പനുണ്ട് അവിടെ. അദ്ദേഹമാണ് ബൈങ് ചെയ്യുന്നത് ഇവിടെ. അവരുടെ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളവിടെ പോയി കിടന്നാൽ പ്രശ്നമാവും. തിരിച്ചു വന്നു. ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞു ആ ഫാക്ടറി നമുക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം മാനസികമായിട്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന എൻ്റെ ബ്രദറും എൻ്റെ വേറെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു, സ്റ്റാഫും ഉണ്ടായിരുന്നു. അവർക്ക് അത് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ എടുക്കാൻ പറ്റാതെ അവർക്ക് മാനസികമായിട്ട് അവർക്ക് വിഷമമുണ്ടായി. പക്ഷേ ഇന്നൊരു ഭാഗ്യമായിട്ട് മാറിയത്. അല്ലെങ്കിൽ അന്നത് എടുത്തിരുന്നെങ്കിൽ നമ്മൾ കാരണം ഈജിപ്തിലെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കനോട്ട് റിപ്പാർട്ടേറ്റ് ദ മണി. തിരിച്ച് ക്യാഷ് കൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. വാട്ട് എവർ മണി യു മേക്ക് ദെയർ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. എപ്പോഴും അവർക്കത് മനസ്സിലായത്. പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്യൂ ഡിലിജൻസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സംഗതി അവർക്ക് മനസ്സിലായി ഇത് പോയതെങ്കിൽ അവസരമായി പോയി നോക്കിയ എംപ്ലോയീസിനെ കൊന്നോ? എംപ്ലോയീസിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ ഒരു സ്ത്രീയും വേറൊരുത്തനെ പോയത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ പിന്നെ വർഷങ്ങളായി നമ്മളോട് ജോലി ചെയ്താണ് ആൽപാർട്സ് എന്ന് പറഞ്ഞ ഈ സാധനമാണിത്. കാരണം ഇത് എൻ്റെ കമ്പനിയാണ്. അപ്പം എനിക്കത് ഞാൻ ഏറ്റുവെച്ചിരുന്നു. ഞാൻ എന്ത് ഇൻവെസ്റ്റ് ചെയ്താൻ പോയാലും ഞാൻ കംപ്ലീറ്റ് തറോട്ട് പഠിക്കാതെ ഞാൻ ഇറങ്ങില്ല. ഐ വിൽ നോട്ട് ഗോ ആൻഡ് നെവർ എൻ്റർ ഇൻ ടു ദാറ്റ്. ഞാൻ ഏറ്റവും എന്ത് പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കുവാണെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടേ വലുതാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ സിന്തറ്റിൽ ഗ്രാനുലേഷൻ എന്ന് പറഞ്ഞ ഗ്രാനുലേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചെറിയൊരു മെഷീൻ മേടിച്ചു ഗ്രാനുലേഷൻ തുടങ്ങി. ഇത് ടൺ കണക്കിനാണ് ഗ്രാനുലേഷൻ പ്രൊഡക്റ്റ് പോകുന്നത്. എപ്പോഴും നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ്. അതായത് ഒരു പൈലറ്റ് പ്ലാനിൽ ട്രയൽസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എത്ര ഈൽഡ് കിട്ടും, എത്ര അതിൻ്റെ ഫ്ലേവർ എങ്ങനെയാണ്. ഇതൊക്കെ പഠിച്ചിട്ട് വേണം വലിയതിലേക്ക് ഇറങ്ങാനായിട്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻസ് എല്ലാം വലുത് ചെയ്ത് വയ്ക്കും, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങും, പിന്നെ അത് ഫെയിലാവും. അതുള്ളത് ചെറുതിനാ ശക്തി. അവിടുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. എക്സ്ട്രാക്ട് പോലും അല്ലേ. ലേണിംഗ് ആണ് അല്ലേ. ലേണിംഗ് അത് ഭയങ്കര ലേണിംഗ് ആണ്. കാരണം നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങിക്കും, ആരും ഒരു ദോഷം പറയാൻ പോകുന്നില്ല. ഈ പുതിയ ഷുഗറിന്റെ മെഡിസിനും അങ്ങനെ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ടല്ലോ, അത് ഈ ഇടയിലുള്ള സപ്ലിമെന്റ്സ് എന്താണ് വേണ്ടത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണത്? നമ്മൾ ഷുഗർ ലെവൽസ് താഴെ കൊണ്ടുവരും. സപ്ലിമെന്റ്സ്, ന്യൂട്രിസ്യൂട്ടിക്കൽസ്. കാരണം അത് ഞങ്ങൾ 1996 നമ്മൾ തുടങ്ങിയത് ആദ്യം നാറ്റെക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഇന്ത്യൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ എന്താണ് സാർ അത് നാറ്റെക്സ്ട്രാ? ആ പേരിങ്ങനെ നാച്ചുറൽ. ഓ അതാണ് നാച്ചുറൽ എക്സ്ട്രാക്ട്. ഇന്ത്യ അതായത് സപ്ലിമെന്റ്സിന് US മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ $150 ബില്യൺ. ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് 1500 കോടിയേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് അതിനേക്കാൾ വലിയൊരു ഏരിയ ആണത്. നമ്മുടെ ഇവിടെ വരുന്ന പഴയ സപ്ലിമെൻസിൻ്റെ അകത്തും പൗഡേർഡ് സപ്ലിമെൻസാണ് വരുന്നത്. അതായത് മഞ്ഞൾ പൊടിച്ച് ക്യാപ്സ്യൂളാക്കി വിടുന്നത്. നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ ആക്ച്വൽ കോൺസെൻട്രേറ്റ് ആക്കി ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് അതിനകത്തുണ്ടാവും. മനസ്സിലാവുണ്ടോ? ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് അതിനകത്തുണ്ടാവും. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ ജിമിനിമാണ്ടി അതിനകത്ത് നമ്മൾ ചക്കരക്കൊല്ലിയാണ് എൻ്റെ മലയാളം വേർഷൻ. അതാണ് ഷുഗർ ലെവൽസ് കുറയ്ക്കുന്നത്. നമ്മൾ ബുക്ക് വായിച്ചു. എനിക്ക് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്.
നമ്മളിങ്ങനെ ബുക്കുകൾ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് കുറേയൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ജുമിനിമ ഡി ഉണ്ടാകുന്നതും. ഇപ്പോൾ പ്രോസ്റ്റേറ്റിന് ഒരു നമ്മളിപ്പോൾ സാധാരണ ഷുഗറുള്ള ആൾക്കത് വാങ്ങി കഴിക്കുമോ? ഈസി ആയിട്ട്. ക്വാളിറ്റി ഡയറ്റ് വാങ്ങിക്കാം അല്ലേ? കഴിക്കാം പിന്നെ ഇത് സപ്ലിമെൻ്റ് ഇല്ലേ ഉള്ളൂ. ഇത് രാവിലെ ഒന്നും വൈകിട്ട് ഒന്നും എപ്പോൾ കഴിക്കാം കഴിക്കാം. എനി ടൈം. പക്ഷേ അത്ര മുമ്പ് ശേഷം അങ്ങനെയൊന്നും വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനി ടൈം സപ്ലിമെൻറ്റ്സ് പറഞ്ഞ എനി ടൈം എന്നുള്ളതാണ് എൻ്റെ കഴിക്കുക. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ രാവിലെ എണീക്കാൻ നേരത്ത് നമ്മളതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ പറ്റി ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഓൺലൈൻ മാത്രം എന്താ ഫോക്കസ് ചെയ്യുന്നത്? നമുക്ക് ഓഫ്ലൈനിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പഴയ ചോദിക്കണം, ഇതിൻ്റെ പരസ്യങ്ങളും മാർക്കറ്റിങ്ങും എല്ലാം അതൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, അത് ചെയ്യണം കാരണം നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ. സാറിൻ്റെ ഒരു രീതി അതാണ്. എൻ്റെ രീതി അതാണ്. ഞാൻ ഓടിപ്പിടിച്ചൊരു കാര്യം ചെയ്യാൻ എനിക്കിഷ്ടമല്ല. കാരണം അതിൽ നിന്ന് ഗ്രോ ചെയ്യുന്ന കാരണം അല്ല, ഇതിന് മുമ്പ് സാറിൻ്റെ കിച്ചൺ സിസ്റ്റേഴ്സ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ലോഞ്ച് ചെയ്തതിന് ശേഷം പട്ടാത്ത പരസ്യങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് അതൊക്കെ അത്രയും ഇതുണ്ടെങ്കിൽ പക്ഷേ സാൽസിലായിട്ട് എടുക്കുമല്ലേ. അത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് പാൻ ഇന്ത്യ പോകണം. എൻ്റെ പാൻ ഇന്ത്യ പോകണം. അല്ലാതെ ഇത് കിച്ചൺ വേൾഡ് പോകണം. ഇത് വേൾഡ് പോകണം. അതല്ല എൻ്റെ അത് വ്യത്യാസമില്ല. അത് രണ്ട് പ്രോഡക്റ്റിന് ഡിഫറൻസിയേഷൻ അത് കിച്ചൺ ഡിഷേഴ്സിന് ചെയ്തേ പറ്റുള്ളൂ. കാരണം ബിക്കോസ് അത് കേരള മാർക്കറ്റിൽ പോകേണ്ട സാധനമാണ്. അപ്പം മഞ്ജു വാര്യരെ വേണം, അങ്ങനെ എല്ലാ അഡ്വർടൈസും വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അല്ല, സിന്തറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ എന്താണ് അത് സൈലൻ്റ് നിൽക്കണമെന്ന് എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിച്ചു അതിലാണ്. അത് അങ്ങനെ ഗ്രോ ചെയ്യുമ്പം ഒരു ആൾക്കാർക്ക് ഇവിടെ സിന്തറ്റിക് പ്രോഡക്റ്റ് ഇപ്പം മൗത്ത് പാസ് ഓൺ ചെയ്യണം. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇപ്പം എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ട്രൈ ഞാൻ ചിലർക്ക് ഫ്രീ ആയിട്ട് സംഭവിച്ചു കൊടുക്കാറുണ്ട്. അറിയുന്നവർക്ക് അറിയാതെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 4 ഇൻസുലിൻ എടുക്കുന്നവർക്ക് ചിലർക്കൊക്കെ ഒരു ഇൻസുലിനായിട്ട് കുറച്ചവരുണ്ട്. ചിലർ നിർത്തിയവരുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയാൽ തന്നെ അങ്ങനെ തന്നെയല്ലേ. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഡെഫിഷ്യൻസി കണ്ടുപിടിച്ച് എന്നിട്ട് വേണം ആ ബേസിക്സ് ആണ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ തന്നെ നമ്മൾ പറയാറുണ്ട്. ആരും നമ്മൾ എടുക്കണം നിർബന്ധിക്കാറില്ല ഒരിക്കലും. എന്താണ് ഇനി പുതിയത് വരാൻ പോകുന്ന സിന്തറ്റിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ ടെക്നോളജിയാണ് നമ്മളിപ്പോഴത്തെ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ടുള്ള ഫെർമെന്റേഷൻ ടെക്നോളജി. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു സ്ട്രെയിനിൽ നിന്ന് തന്നെ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട്. അതായത് ഇപ്പോൾ വാനില തന്നെ ഇപ്പോൾ വാനില ബീൻസ് മേടിച്ചിട്ടുള്ള നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള വാനില ഉണ്ടാക്കാം. അതിന് പകരം ഒരു സ്ട്രെയിനിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യിക്കാനായിട്ട്. സാർ ഇപ്പോൾ വാനിലയുടെ കാര്യം പറഞ്ഞു. ഒരു വാനില സ്കാം നമുക്ക് കേരളത്തിലുണ്ടായിരുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടായത്. ഏത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്ന് കുറേ വാനില മേടിച്ചിരുന്ന കാലഘട്ടമാണത്. അത് കൃഷി ചെയ്ത് ആൾക്കാർ ഒരു എക്സോർബിറ്റൻ പ്രൈസിലേക്ക്, അതായത് സ്വർണ്ണത്തിൻ്റെ വിലയിലേക്ക് തന്നെ പോയി. അത് അപ്പം ആൾക്കാർ ഈവൻ ആ കാലഘട്ടത്തിലേക്ക് പറ്റപ്പുറമ്പിൽ നിന്ന് വൈൻ കട്ട് ചെയ്ത് മോശം നടത്തുന്ന കാലഘട്ടവും പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാനിലേക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അത് താഴെ പോയി. ആ കാലഘട്ടത്തിൽ അന്ന് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായി ഈ കേരളത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് അത് തന്നെയാണ്. ഒരിടയ്ക്ക് കൊക്കോ ആയിരുന്നു. കൊക്കോ ഭയങ്കര എല്ലാവരും കൊക്കോ ഇടാൻ തുടങ്ങി. കറക്റ്റ് അവസാനം കൊക്കോ പോയി. അവസാനം വാനില വന്നു. വാനില എല്ലാവരും നടാൻ തുടങ്ങി. റബ്ബറായിരുന്നു. എല്ലാവരും റബ്ബർ ഇടാൻ തുടങ്ങി. എല്ലാവരും നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല. നമ്മൾ പിടിച്ചു വെക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോക്കസും ഇല്ല, കൺസിസ്റ്റൻസി ഇല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഫോക്കസ് ഇല്ല, കൺസിസ്റ്റൻസി ഇല്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ സാറ് എടുത്തു പറയുന്ന കാര്യമാണ് ഈസി ഗോയിങ്. നമ്മൾ വളരെ ഈസി ഗോയിങ് ആണ്. നമ്മൾ ഒരു കാര്യം എടുത്തിട്ട് ഞാൻ ആസ് ഫാർ ആസ് ബി ഐ ആം കൺസേൺ, ഞാൻ എന്തെങ്കിലും കാര്യം എടുത്തിട്ട് ഞാൻ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ പുറകെ ഉണ്ടാവും. ഐ വിൽ നോട്ട് ജസ്റ്റ് ലീവ് ഇറ്റ് അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ബിക്കം എ സക്സസ് സ്റ്റോറി. സക്സസ് സ്റ്റോറി അല്ലാത്ത കാര്യമാണെങ്കിൽ തന്നെ ഞാൻ അപ്പോൾ പറയും, അവിടെ നിർത്തിക്കാൻ പറയും, ആ പണിക്ക് പോകണ്ടെന്ന് പറയും. കാരണം നമുക്ക് അറിയാവുന്ന പണി നമ്മൾ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത പണി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. മാത്രമല്ല നമ്മൾ മാത്രം പഠിച്ചാൽ പോരെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അൺഎക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ വരെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യം അതിലൊരു ബ്ലെൻഡിങ് ഉണ്ടല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് 24 hours കൊണ്ട് വെക്കാൻ പറ്റില്ല. നമുക്ക് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വേർവച്ച ചലഞ്ച് എന്ന് പറയുന്നത് ഒരു PhD കാരനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ബോംബെയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ വൈകിട്ട് 7 മണിയാകുമ്പോൾ കടയടയ്ക്കും. എല്ലാം ഒരു ഫ്രീ സിറ്റുവേഷൻ ഇല്ല. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ പോവാണ്. എന്ന് വെച്ചാൽ ഡൽഹിയിലെ ബോംബെയിലെ ബാംഗ്ലൂരാണെങ്കിൽ അതൊന്നുമില്ല. 11 മണി 12 മണി വരെ എല്ലാം തുറന്നെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു. പക്ഷേ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ്. പക്ഷേ 2 വർഷം കഴിയുമ്പോഴത്തേക്കും അവർ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പോക്കാണ് പ്രധാന പരിപാടി. പോക്കാണ്. തിരിച്ച് ഒന്നില്ലെങ്കിൽ അവർ ഡൽഹിയിലേക്ക് വലിയൊക്കെ പഠിക്കും, പണിയൊക്കെ പഠിക്കും. അല്ലെങ്കിൽ പണി പഠിച്ചവർ വന്നാൽ പോലും പോകുന്നുണ്ട്. അതൊരു സ്വഭാവമായി. ബിക്കോസ് കേരളത്തിൻ്റെ സിറ്റുവേഷൻ അതാണ്. ഈ രാത്രി നൈറ്റ് ലൈഫ് ഇല്ല. അതാണ് എല്ലാവരും പറയുന്നത്. സാറ്
7 മണി കഴിഞ്ഞാൽ ദസ് നോബഡി ഇൻ ദ സ്ട്രീറ്റ്. 7 മണി കഴിഞ്ഞാൽ കടകളില്ല. ഇങ്ങനെയൊക്കെയുള്ള സംസാരം വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാം, നമുക്ക് തുറന്നു വയ്ക്കാൻ പറയാം. അത് ശരി, അത് ശരിയാണ്. സാർ ഈ എൻ്റെ ഇത്രയും വലിയൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, അതിനൊരു സിസ്റ്റം അവിടെ ഓട്ടോമേഷനിലുണ്ടല്ലേ? ഇത് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും എക്സ്പെരിമെൻ്റായിട്ട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴത്തെ ലാപ്ടോപ്പിൽ 24 സെക്കൻഡ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ വിശ്വസിക്കുന്നു സാർ. അത് വിശ്വസിക്കുന്നുണ്ട്. അവർ നോക്കിക്കോളും. അവർ നോക്കിക്കോളും. നമുക്ക് 24/7 നമുക്കൊരു എല്ലാ റിപ്പോർട്ട് ഡെയിലി വരുമല്ലേ. അതുകൊണ്ട് നമുക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ എല്ലാ ദിവസം നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ അതിനുള്ള സിസ്റ്റം നമ്മൾ ഇവോൾവ് ചെയ്ത് ഇല്ല, അതുകൊണ്ട് ഇവിടെ ഇരുന്നു. അത് പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇപ്പോൾ. ഈ പിന്നെ ഞാൻ ഇവരുടെ ഏറ്റവും വലിയ കൾച്ചർ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ചെമ്പറ എന്ന് പറഞ്ഞ സിനിമ ഫാക്ടറിയിൽ. അന്ന് പോകുമ്പോൾ ജേക്കബ് സാറുള്ള സമയത്താണ്. അന്ന് വിജയ് സാറുണ്ട്, അവിടെ മകനുണ്ട്, എല്ലാവരും ഉണ്ട്. അന്ന് ഇവർ ആ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് യാത്രയപ്പ് നൽകിയത്. അവിടുന്ന് അവസാനം ഞങ്ങൾ വിട്ട ആ യാത്രയപ്പ് ഉണ്ടല്ലോ, എനിക്കിപ്പോഴും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. ഒരു കൾച്ചർ ഞാൻ പറയുന്നത്, അത് എനിക്ക് ഞങ്ങളുടെ ഒരു ഭയങ്കര എത്ര വർഷമായെന്നറിയാം. അതൊരു വലിയ സംഗതിയായിട്ട്. സാർ, ഈ യാത്രക്കിടയിൽ ഓരോ കോണ്ടിനെൻറ്റുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യയിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയുള്ള യാത്ര, അതേസമയത്ത് ലാറ്റിൻ അമേരിക്കയിൽ സുഗന്ധവ്യഞ്ജനം തേടിയുള്ള യാത്ര, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മാർക്കറ്റിലൊക്കെ സാറ് നേരിട്ട് തന്നെയാണ് പോകും. നേരിട്ട് തന്നെ പോകും. അതൊരു വലിയ അനുഭവമല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നു അവരിൽ നിന്ന്. അവർ കൃഷി രീതികളും ചിലയിടത്ത് പിന്നെ ഇന്തോനേഷ്യ, വിയറ്റ്നാമൊക്കെ പോയാൽ ഇപ്പോൾ പെപ്പറൊക്കെ അവിടെ മറ്റേ അടക്കമരത്തിന് മുകളിൽ കയറുമൊന്നും വേണ്ട, കൈയിടെന്ന് പറിക്കാം. സിന്തേറ്റ് ശരിക്കും കേരളത്തിൽ ഉള്ള ഒരു കമ്പനി, കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കേരള കർഷകർക്ക് സഹായിക്കുന്ന ഒരു കമ്പനി എന്നായിരുന്നു ഇതുവരെ എനിക്കുള്ള ധാരണ. കാരണം കേരളത്തിൽ ഇത് കിട്ടാനില്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. ഉള്ളതൊക്കെ വാങ്ങാമെന്നുള്ള ഒരു അത് എന്നുവെച്ചാൽ സിന്തേറ്റിൽ ആവശ്യമുള്ളത് പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അറിവ് ഈ ഇൻ്റർവ്യൂവിൽ നമുക്ക് ശരിക്കും കിട്ടി. ഈ യാത്രയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്കുള്ള ഈ യാത്രക്കിടയിൽ കിട്ടിയ ആ സുഗന്ധമാണ് ആത്മകഥ എഴുതിയപ്പോൾ സുഗന്ധ ജീവിതത്തിന് പ്രചോദനമായത്, അല്ലേ? തീർച്ചയായിട്ടും. നല്ല പേരാട്ടോ, സുഗന്ധ ജീവിതം. നീ അതിൻ്റെ അപ്പുറത്തൊരു പേരിടാനില്ല, അല്ലേ? തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് വരാത്. അത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെയുള്ളത്? അധികം പ്രായമായിട്ടില്ല. അതെ, ഞാൻ ജനിച്ച എന്നോട്ട് ഇവിടം വരെയുള്ള എഴുതിയിട്ടുണ്ട്. പുതുതലമുറയ്ക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ ജേർണിയിൽ നമ്മൾ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ കാലവും നമുക്ക് നന്നായിരിക്കണം എന്നില്ല. ആ നന്നായിരിക്കാത്ത കാലഘട്ടം തൊട്ട് ഇങ്ങനെ നന്നായി വന്നു എന്നുള്ളതിനെക്കുറിച്ച് ആൾക്കാർ ഉത്കണ്ഠയോട് നോക്കും. ഹൗ വി ബിക്കെയിം ലൈക്ക് ദിസ്, ഹൗ വി കുഡ് ബിക്കം ലൈക്ക് ദിസ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് ആ ബുക്കിൻ്റെ അത് വളരെ വ്യക്തമായി എങ്ങനെ ഞാനിങ്ങനെ വന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരാനുള്ള ഒരു മുഖ്യ കാരണം ബിക്കോസ് ഓഫ് മൈ പ്രെയർ ലൈഫ്. അതൊരു വളരെ പ്രധാനപ്പെട്ട അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒട്ടും എളുപ്പമല്ല അത്. കാരണം അത് എത്ര പേര് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. അങ്ങനെ ശരിയാ, വളരെ കുറച്ച് ആൾക്കാരോട്. സാറിന് സംസാരിക്കുന്ന തൊട്ടടുത്ത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നുണ്ട്, പക്ഷെ അയാളുടെ വെന്റിയാലേ കിട്ടുള്ളൂ. അതെ, കറക്റ്റ്. അല്ലെ, അത് കണ്ടെത്താനുള്ള അല്ലേ കമ്മ്യൂണിക്കേഷൻ. അത് തന്നെ ആ ചോദിക്കാനുള്ള ആ ത്വരയില്ലേ, ആ ചോദിക്കാനുള്ള ഒരു വാക്ക് ആസ്ക് എന്ന് പറഞ്ഞ ബൈബിൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വേറെ ആസ്ക് യു ഗെറ്റ്. സാർ, നമ്മൾ പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ലോകത്തേക്ക് യാത്ര ചെയ്തു. വലിയ യാത്രയായിരുന്നു. വലിയ യാത്രക്കിടയിൽ എപ്പോഴും കൂടെ യാത്ര ചെയ്യുന്ന സുഗന്ധമുള്ള ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ല. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രേയിങ് വൈഫിനെ ആഗ്രഹിച്ചിരുന്നത്. ഷീസ് എ പ്രേയിങ് വൈഫ്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ തന്നെയാണോ? നാട്ടുകാരി തന്നെയാണ്. എറണാകുളംകാരി തന്നെയാണോ. കോളേജിൽ വെച്ച് പരിചയപ്പെട്ടു. അടുപ്പായിരുന്നു? അതോ പരസ്യമായിട്ട് അടുപ്പായിരുന്നു. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അതുവരെ ഒരു ദിവസം ഈ ഫ്ലോറിലേക്ക് വിളിക്കണം. ഇവരെ അതുപോലെ കപ്പിൾസ് സ്ഥിരമായിട്ടോ അതോ? അല്ലെ, നമ്മുടെ ഈ ഇന്റർവ്യൂവിന് ABC മലയാളം ടോക്കിന്റെ അല്ലെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏത് ബിസി ആയിട്ട് നടക്കുന്ന ഏത് ബിസിനസ്സുകാരനെയും ഒരു ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടെന്നുള്ള ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓമന്റെ അദ്ദേഹം മാത്യു സാർ ഇവിടെ വന്നിട്ട് രണ്ടുപേരും വന്നിട്ട് അത് വലിയ ഹിറ്റായി അവരുടെ. ശരി, അത് വലിയ ആൾക്കാർക്ക് വലിയ ഇഷ്ടമായി. അപ്പൊ അതൊരു വലിയ സംഗതിയാണ്. അല്ല, ഞാൻ ഒരു ഫാമിലിയിൽ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ജീവൻ ഉണ്ടാകുന്നത്. കാരണം വീട്ടിൽ ചെല്ലുമ്പം ഒരു നെഗറ്റീവായിട്ട് നിൽക്കുമ്പം നമുക്ക് ഇത്രയോ ജോലിയെടുത്ത് വരികയാണ്. അപ്പോൾ ഒരു സന്തോഷമില്ലായ്മ കാണുമ്പോൾ നമുക്കും ഒരു വിഷമം ഉണ്ടാകും. പക്ഷേ അവിടെ അങ്ങനെ ആയിരുന്നില്ല. എപ്പോഴും സന്തോഷത്തിൻ്റെ. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്.
അവരുടെ കല്യാണം കഴിച്ചു. അവർ ഇവിടെ നാട്ടിലാണ് ഇവിടെ എറണാകുളത്തുണ്ട്. പെരുമച്ചനാണ്. അവരൊക്കെ ബിസിനസ്സിലുണ്ട്, മൂത്തയാൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. പുള്ളിക്ക് കോട്ടയത്തും എറണാകുളത്തും ഓഫീസ് സ്ഥാപനമുണ്ട്. രണ്ടാമത്തെ ആൾ എൻ്റെ കൂടെയുണ്ട്. രണ്ടാമത്തെ സണ്ണിലും എൻ്റെ കൂടെയുണ്ട്. മൂത്ത മോള് അഡ്വക്കേറ്റാണ്. പക്ഷെ പുള്ളിക്കാരി എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ഒരു ഫാഷൻ ഡിസൈനറാണ്. ഓ അത് ശരി. അപ്പം ഇത്രയും പേരാണ് ഞങ്ങളുടെ. പിന്നെ 4 കൊച്ചുമക്കളുണ്ട്. മൂത്തയാൾക്ക് ഒരു ബോയ് ഒരു ഗേളും ഉണ്ട്. ഒരു ബോയ് ഗേളും ഉണ്ട്. അവരെല്ലാവരും എറണാകുളത്തുണ്ട്. താമസിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കും. എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചുള്ള യാത്രകളുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ വർഷവും ഒരുമിച്ച് പോകും. നമുക്ക് ആ യാത്രകളെ കുറിച്ച് വലിയ എപ്പിസോഡ് ഇപ്പം നമ്മൾ ആ ഏരിയയിലേക്ക് നമ്മൾ കടന്നിട്ട് സാറിൻ്റെ യാത്രകളെ കുറിച്ച്. എന്നാലും ഏർലി ബേർഡാണ്. 3 മണിക്ക് എണീക്കും. ഞാൻ 4 മണിക്കാരനാണ്, 3 മണിക്കാരനാണ്. ഏർലി ബേർഡ് എന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള പ്രാർത്ഥനയുടെ അങ്ങനെയാണ് ആരംഭിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും 3 മണിക്ക് ഞാൻ അലാം വെച്ചെണീക്കുന്നതല്ല, എന്നെ എണീപ്പിക്കുന്ന ബ്രഹ്മമുഹൂർത്തം എന്ന് നമ്മൾ ഇന്നലെ സോട്ടവേല ചെയ്യാൻ 3 മണിക്ക് എണീക്കുക 100%. ആ 3 മണിക്ക് എണീച്ച ശേഷം എന്താ ചെയ്യുക? പ്രാർത്ഥിക്കും. എന്നിട്ട് ബാക്കിയുള്ള സമയം ഒരു 1 മണിക്കൂറോളം ഞാൻ എന്തെങ്കിലും എൻ്റെ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ നോക്കും. ആ സമയത്ത് നോക്കൂ. കാരണം എനിക്ക് ഇൻ്റർനാഷണൽ മെസ്സേജ് വരുമല്ലോ. യൂറോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഓഫീസ് യൂറോപ്പിലും ജർമ്മനിയിലും നെതർലാൻഡ്സിലുണ്ട്. അപ്പോൾ എംപ്ലോയീസ് ഒക്കെ എണീച്ച് വരുമ്പോഴത്തേക്കും അവർക്കുള്ള കമാൻഡ് റെഡി ആയിരിക്കും. കമാൻഡ് റെഡി കിഴക്കുന്ന ഒരു 2 മണിക്കൂർ കൊണ്ട് കിടക്കും. 3 മണിക്കൂർ മാക്സിമം. വളരെ കുറച്ച് നേരത്തെ ഒത്തിരി ഉണ്ട് അല്ലേ? ഉച്ചയ്ക്ക് ഉറപ്പൊന്നുമില്ല. ഞാനൊരു 6 മണിക്കൂറാണ് എൻ്റെ കൂടെ. എനിക്ക് ഇല്ല, അതില്ല. പക്ഷെ നമുക്കൊരു ദിവസം കിട്ടുന്നുണ്ടല്ലോ, ഇവർക്ക് ഒരു 3-4 മണിക്കൂറാണ് അഡീഷണൽ ആയിട്ട്. അതെ, ഒരു ദിവസം അത് അഡീഷൻ കിട്ടുന്നത്. എന്തായാലും സുഗന്ധമുള്ള ജീവിതം, സുഗന്ധമുള്ള ഒരു കമ്പനി, സുഗന്ധമുള്ള മനുഷ്യരുമായിട്ടുള്ള യാത്രകൾ, ലോകത്തിന് മുഴുവൻ സുഗന്ധമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങേ കാണുന്നതിന് മുമ്പ്, അങ്ങേ മുമ്പ് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ കുറച്ചുകൂടെ കർശനക്കാരനായിട്ടുള്ള ഒരാളെന്ന് നോക്കുന്നത് വളരെ അങ്ങനെയല്ല. ഇപ്പം ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ വളരെ ലാളിത്യമുള്ള, ലളിതമായി, എന്നാൽ തൻ്റെ ജോലികളിൽ വളരെ കർശന സ്വഭാവമുള്ള, അതിൽ ഫോക്കസ്ഡ് ആയിട്ടില്ല. നമ്മൾ ഇന്ന് തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എനിക്കൊന്ന് അങ്ങയുടെ സന്ദേശം തന്നെ അതായിരിക്കാം. ഒരുപക്ഷെ ഒരു ആശയം, ആ ആശയത്തിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആശയത്തിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് അതിനെ ലോകത്ത് കൊടുക്കുക, പുതുമയോട് അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. കുറച്ചുകൂടെ അതാണ് ഫോക്കസ്ഡ് ആവുക. ഫോക്കസ് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ABCയുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? വളരെ സന്തോഷത്തോടെ ABC എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചതിൽ. കാരണം ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. കാരണം ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ മുന്നോട്ട് പോകാൻ നേരത്ത് നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഉണ്ടാകണം, ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാകണം, പിന്നെ നമുക്ക് നല്ലൊരു മനസ്സുണ്ടാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഗ്രോ ചെയ്യണം എന്നുള്ളൊരു മനസ്സുണ്ടാകണം. പിന്നെ ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി. നമ്മൾ ഉണ്ടാക്കുന്ന 100 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 റുപ്പീസ് എങ്കിലും സൊസൈറ്റിക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം എന്തുകൊണ്ട് നമുക്ക് ആ 100 രൂപ ഉണ്ടാക്കാൻ സാധിച്ചു? ബിക്കോസ് വി ഹാവ് ഗോട്ട് ഗുഡ് ഹെൽത്ത്. നമുക്കൊരു വിസ്ഡമുണ്ട്. ഇതൊക്കെ കൊണ്ടാണല്ലോ നമുക്കൊരു 100 രൂപ ഉണ്ടാക്കി കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്നതിൻ്റെ അകത്തൊരു പോർഷൻ അറ്റ്ലീസ്റ്റ് ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി, അത് തന്നെയാണ് ജീവിതം നൽകുന്ന വിസ്ഡം. തീർച്ചയായിട്ടും വിജ്ഞാനം. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ വിജയീകരിക്കുന്നത്. പിന്നെ നമുക്ക് നല്ല പെർസിഫറൻസ് വേണം, പേഷ്യൻസ് വേണം. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ പറയാം. നെസ്ലയിൽ ഞാൻ ഫസ്റ്റ് മീറ്റിങ്ങിന് പോവുകയാണ്. 1:30 അത് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. പർച്ചേസിലെ പയ്യൻ സ്റ്റാർട്ട് അപ്പോയിൻമെൻറ്റ് തന്നിട്ട് ഞാനവിടെ ഇരിക്കുക. 1:30 കഴിഞ്ഞ്, 2:30 കഴിഞ്ഞ്, 3:30 കഴിഞ്ഞ്, 5:30 ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ റിസപ്ഷൻ ചെന്ന് ചോദിക്കും, ഒന്ന് വിളിച്ചു ചോദിക്കുക, 5 മിനിറ്റ്സ് എന്ന് പറയും. 5:30 വരെ എഴുതാം. 5:30 ആയപ്പോൾ ഞാൻ റിസപ്ഷൻ ചെന്ന് ഞാൻ പറഞ്ഞു, വിളിച്ചുകൊണ്ടിരിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ HR ഹെഡ് വന്നു. അദ്ദേഹം കൊണ്ട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ 1:30 തൊട്ട് ഇവിടെ ഇരിക്കുന്ന കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ പുള്ളിയോട് താഴെ വരാൻ പറഞ്ഞു. താഴെ വന്നു. ഞങ്ങൾ കഫറ്റീരിയയിൽ വെച്ച് ഡിസ്കഷൻ ഉണ്ടായപ്പം അന്ന് HR എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ആ പയ്യനോട് പറഞ്ഞു, യു ആർ ആൻ എംപ്ലോയി, ഐ എം എൻ എംപ്ലോയർ ഫോർ 2,500 പീപ്പിൾ. യു ആർ ആൻ എംപ്ലോയർ, യു ആർ ജസ്റ്റ് എൻ എംപ്ലോയി ഇൻ നെസ്ലെ പറഞ്ഞു. അപ്പോൾ HR പറഞ്ഞു, ഡോക്ടർ വിജു, യു വിൽ ബി ദ ബെസ്റ്റ് സപ്ലയർ, ദ ബിഗസ്റ്റ് സപ്ലയർ ഫോർ നെസ്ലെ. ഇന്ന് ഞാൻ ബെസ്റ്റും ബിഗസ്റ്റ് സപ്ലയറുമാണ് നെസ്ലയുടെ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് മൈ പേഷ്യൻസ് വാസ് സിറ്റിംഗ് ലൈക്ക് ദാറ്റ്. അവിടെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എൻ്റെ ബിസിനസ് ഞാൻ എവിടെ എത്തുന്നിരുന്നേന്. ആ പേഷ്യൻസ് ആണ് നമുക്ക് ആവശ്യം. ഞാൻ അതാണ് ഉദാഹരണമായിട്ട് വ്യക്തമാണ്. ആ പേഷ്യൻസ് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചാൽ മതി. പ്രതികരിച്ചാൽ മതി. നമുക്ക് അല്ലാത്തടത്ത് നമ്മൾ ആവശ്യക്കാരായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പേഷ്യൻസോടെ ഇരിക്കണം. ഡോക്ടർ ബിജുവിൻ്റെ
അല്ലേ? ഒരു വലിയ സാരഥിയാണ് ഡോക്ടർ ബിജുവിൻ്റെ ഈ ഒരു ജീവിതം. നമുക്കൊരു വലിയ ഇൻസ്പിറേഷനാണ്. നമുക്ക് മാത്രമല്ല, അത് കേൾക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും അതൊരു വലിയ സന്ദേശമാണ്. ഇനിയും ഒരുപാട് കഥകൾ, കാര്യങ്ങളും പറയാനുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം. സന്തോഷം. Thank you, sir. This video is powered by Medimix. Thank you.